മിക്കവാറും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ, സ്നേഹം, കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിനി പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങൾ, അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാലുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി. അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ. അല്ല, അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെട്ട് സ്വീകരിക്കുന്നു. അദ്ദേഹം വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം വിട്ട്, വെറുപ്പിന്റെ കട വിട്ട് സ്നേഹത്തിന്റെ കടയിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, വിഭജനമുണ്ടാക്കാൻ വേണ്ടി, മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് ഒരാൾ വന്നപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഐഡിയ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തും. തീർച്ചയായും ഇതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സമയം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശ്രീ വി ഡി സതീശൻ, സരിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നത് ഇന്നലെ വരെ സരിൻ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും എന്തു പറഞ്ഞിരുന്നു, ഇന്നിതാ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതേ കാര്യം തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുക്കുമ്പോഴും, സജീവമായി കോൺഗ്രസിലേക്ക് എടുക്കുമ്പോഴും അത് ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പോൾ ഇനി ആ ഒരു വാദം നിലനിൽക്കില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അല്ല. ഞാനത് വിശദീകരിക്കാം. കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പാർട്ടി വിട്ടു പോയത് സീറ്റില്ല കോൺഗ്രസിൻ്റെ, 1. 2, അദ്ദേഹം നേരെ BJPയിലേക്ക് പോയി, അവരും സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാൾ ഇരുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയായതാണ്. അത് അധികാരമോഹം കൊണ്ട് അപ്പുറത്തോട്ട് പോയതാണ്. സന്ദീപ് വാര്യര് ഞങ്ങൾ ഒരു സ്ഥാനവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, അൺകണ്ടീഷനിലാണ് വരവ്. BJP സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചല്ല അദ്ദേഹം പാർട്ടി വിട്ടത്. അദ്ദേഹം ഐഡിയോളജിക്കൽ ഡിഫറൻസ്, പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം, ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ഇവനാരാണ്?
ഇവൻ ആരാണ് ഈ ചാനലിൽ ഇന്ത്യ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നത്? നിങ്ങളാ നിയന്ത്രിക്കുന്നത് മഞ്ജുഷേ. അല്ലല്ല, എന്തുവന്നു സന്തോഷമാണ്. വ്യക്തിപരമായി ഒരു എതിരാളിയെ നഷ്ടപ്പെട്ട വിഷമമുണ്ട്. എങ്കിലും എന്റെ കേട്ടില്ല, വ്യക്തിപരമായ എതിരാളിയെ നഷ്ടപ്പെട്ട വിഷമം കൂടി ഉണ്ട്. എങ്കിലും എന്റെ പാർട്ടിയിലെ സന്ദീപിന് ഈ പാർട്ടിയിൽ നന്നായി ശോഭിക്കാൻ കഴിയും. വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഇൻട്രസ്റ്റിലും നന്നായി ശോഭിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് സന്ദീപിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും. നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സ്ഥാനലബ്ധിയിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുള്ള ഒരു തർക്കവും വേണ്ട. ഓക്കെ, എന്തായാലും സന്ദീപ് വാര്യരും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയും ഇനി ഒരേ ഫ്രെയിമിലാണ്. അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു എന്ന് അതായത് നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കാണ്. അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. ഒരു കാളിയനെ കഴുത്തിൽ അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റൂ. അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. ഒരു 3000-4000 എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് തീ കൊടുത്ത് ചുട്ടുകൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള 100 കണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ, ചുമന്ന് നടക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. CPIM-നോ ഇടതുപക്ഷത്തിനോ വർഗീയതയുടെ കാര്യത്തിൽ ഒരിഞ്ച് അണുവിട വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. കോൺഗ്രസ് കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പച്ചക്കൊടി കണ്ട് പ്രസംഗിക്കാതെ തിരിച്ചു പോയ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിക്ക് മറ്റേ പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല ഒരു അസറ്റായിരിക്കും ഇദ്ദേഹം. എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സഖാവായി മാറുന്നു. അല്ല, ബാലേട്ടൻ പൊതുവെ ആരെക്കുറിച്ച് മോശം പറയുന്ന ഒരാളല്ലല്ലോ. ബാലേട്ടൻ ആരെക്കുറിച്ചെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്നാണ് പറഞ്ഞത്. ആയി എന്നല്ല പറഞ്ഞത്, കേക്കോ, ആയി എന്നല്ല പറഞ്ഞത്. ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെക്കുറിച്ചും ശ്രീ VD സതീശൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് മാന്യമായിട്ട് തന്നെ